തേയിലപ്പൊടി വെച്ചിട്ട് എണ്ണ കാച്ചിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു 2 സ്പൂണ് തേയിലപ്പൊടി ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്കിതാ 5 മിനിറ്റ് ഒന്നും വേണ്ട കേട്ടോ, ഇതുപോലെ അങ്ങ് എണ്ണ കാച്ചിയെടുക്കാം. അപ്പം ഇത് ഡെയിലി ഉപയോഗിക്കുന്നത് മുടി വളർച്ചയ്ക്ക് നല്ലതാണ്. നമുക്കൊക്കെ അറിയുന്നതാണ് തേയില നമ്മുടെ മുടിക്ക് നല്ലതാണ് അല്ലേ. അപ്പം ഇത് എണ്ണ കാച്ചി വെക്കുകയാണെങ്കിൽ മുടിക്ക് നല്ല കട്ടി, നീളം, അകാലനരൊക്കെ മാറിക്കിട്ടാൻ തേയില വെള്ളം ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എണ്ണ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ തേയില വെള്ളത്തിലാണ് അല്ലേ എണ്ണ ചെയ്യാറുള്ളത്. എന്നാൽ ഇതുപോലൊരു എണ്ണ കാച്ചി അങ്ങ് വെക്കാം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ നമ്മുടെ തേയിലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പലയിടങ്ങളിലും പല രീതിയിലുള്ള തേയിലപ്പൊടി നമുക്ക് കിട്ടാറുണ്ട് അല്ലേ. അപ്പം ഇത് സാധാ നമ്മുടെയൊക്കെ ഇവിടെ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സാധാ തേയിലപ്പൊടിയാണ് കേട്ടോ. അപ്പം ഇതാണ് നമുക്ക് വേണ്ടത്. ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു തേയില വെള്ളം വെച്ചിട്ട് നമ്മൾ മുടിയിൽ വളരെ എളുപ്പത്തിൽ ഏത് പ്രായക്കാർക്കും ചെയ്യാവുന്നതാണ്. 1-2 സ്പൂണ് തേയിലപ്പൊടി എടുക്കുക. എന്നിട്ട് അതൊരു 1.5 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ഒരു 3/4 ഗ്ലാസ് വെള്ളമാക്കി എടുക്കുക. അത് നമ്മുടെ മുടിയിൽ ഡെയിലി സ്പ്രേ ചെയ്യുകയാണെങ്കിൽ മുടി വളർച്ചയ്ക്ക് നല്ലതാണ്. അതുപോലെ ഹെന്ന ചെയ്യുന്ന സമയത്ത് നമ്മൾ മൈലാഞ്ചിയിൽ മിക്സ് ചെയ്യുന്ന വെള്ളം ഈ ഒരു തേയില പൊടിൻ്റെ ആ ഒരു തേയില വെള്ളമാണ് അല്ലേ. അപ്പം അത്രയും നല്ലതാണ് നമ്മുടെ തേയില വെള്ളം കേട്ടോ. അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു എണ്ണ കാച്ചിയെടുക്കുന്നത്. അപ്പോൾ കാച്ചിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലത്തെ ഒരു ചീനച്ചട്ടി, ഇത് നമ്മുടെ ഇരുമ്പിൻ്റെ ആണ് കേട്ടോ. ഞാൻ സ്ഥിരമായിട്ട് ഹെന്നൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചട്ടിയാണ്. അപ്പം അതിലേക്കാണ് നമ്മൾ എണ്ണ കാച്ചിയെടുക്കുന്നത്. ഒത്തിരി നല്ലതാണ് നമ്മുടെ മുടിക്ക് ഇതുപോലത്തെ ചീനച്ചട്ടിയിലൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പം നിങ്ങളുടെ അടുത്ത് എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുത്തോളൂ കേട്ടോ. അപ്പം ഞാനിതാ ഒരു 2 സ്പൂണ് തേയിലപ്പൊടി എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നല്ല കട്ടിയിൽ അങ്ങ് നിൽക്കട്ടെ. നല്ല കടുപ്പത്തിൽ നിൽക്കുമ്പോൾ നല്ലതാണ് മുടിക്ക്. അപ്പം ഞാനിതാ തേയിലപ്പൊടി എടുത്തു. ഇതിലേക്ക് നിങ്ങൾക്ക് ചെറിയ ഉള്ളി എടുക്കാം. അതുപോലെ തന്നെ കരിഞ്ചീരകം അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഉണ്ടെങ്കിൽ. അപ്പം ഞാൻ ഇതിലേക്ക് ഇതാ വെളിച്ചെണ്ണ ഇതുപോലെ ഒരു ഗ്ലാസ് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഈ ഒരു നമ്മുടെ തേയിലപ്പൊടി ഞാൻ കാച്ചിയെടുക്കുന്നത്. അപ്പോൾ ഇത് പറഞ്ഞാൽ നമുക്കിതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഞാനൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ഞാൻ ഈ ഒരു തേയിലേൻ്റെ പൊടി മാത്രമാണ് കാച്ചിയെടുക്കുന്നത്. ഇത് കാച്ചിയെടുക്കുന്ന സമയത്ത് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പൊടി പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും കേട്ടോ ചൂട് വരുന്ന സമയത്ത്. അപ്പം നമുക്ക് ഒന്നെങ്കിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് പൊടി അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി അങ്ങ് എടുത്തു വെച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് സമയം എടുത്ത് വേണം കേട്ടോ. ഇത് മെല്ലെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് വേണം ചെയ്യാൻ, അത് ശ്രദ്ധിക്കണം. ഇത് പെട്ടെന്ന് അങ്ങ് എണ്ണ ചൂടായി വരും. ചൂടായി വരുന്ന സമയത്ത് ഇളക്കിക്കൊണ്ടേ നിൽക്കുക കേട്ടോ. നന്നായിട്ട് അങ്ങ് തന്നെ നിൽക്കണം. കാരണം നമ്മൾ അവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു നമ്മുടെ തേയിലപ്പൊടി അങ്ങ് കരിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ട് അവിടെ കിടന്ന് തന്നെ നിങ്ങളെ ഇളക്കണം. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. നമ്മളെല്ലാ കാര്യം ചെയ്യുന്ന പോലെ അല്ല, തേയില വേഗം അങ്ങ് കരിഞ്ഞ് പൊടിഞ്ഞ് അങ്ങ് പോകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതാ ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതുപോലെ അങ്ങ് ഇളക്കി നന്നായിട്ട് അങ്ങ് വെട്ടിത്തിളച്ച് വരുന്ന സമയത്ത് അങ്ങ് ഓഫാക്കിയിട്ട് നമ്മൾ വീണ്ടും നന്നായിട്ട് ഇളക്കുക. ഇതൊന്നങ്ങ് തിളച്ചിട്ട് അങ്ങ് ഓഫാക്കുക. അത് ഞാൻ എടുത്തു പറയുന്നുണ്ട്. തിളച്ചിട്ട് അങ്ങ് ഓഫാക്കിയിട്ട് നമ്മളിതാ നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ലതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ ഇതേപോലെ അങ്ങ് നിൽക്കും കേട്ടോ. ഇത്രേ ഉള്ളൂ നമ്മുടെ തേയില എണ്ണ കാച്ചി എടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ നല്ല കട്ടിയിൽ തന്നെ നല്ല തിക്കായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ നമ്മളിതാ ഇവിടെ ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മളിതൊന്ന് ഒരിച്ചിരി അങ്ങ് ചൂട് കുറയുന്ന സമയത്ത് ഇതങ്ങ് നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ. നല്ലൊരു അരിപ്പയിലോ തുണിയിൽ അരിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. തുണിയിലാണ് ഞാനൊക്കെ കൂടുതലായിട്ട് ചെയ്യാറുള്ളത് കേട്ടോ. ഇപ്പോൾ സ്ഥിരമായിട്ട് അരിച്ചെടുക്കുന്ന തുണി വൈറ്റ് തുണി തിരഞ്ഞപ്പോൾ കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ അരിപ്പയിൽ തന്നെയാണ് കേട്ടോ അരിച്ചെടുക്കുന്നത്. അരിപ്പയിൽ അരിക്കുന്ന സമയത്ത് ഒട്ടും ഇങ്ങനെ ഹോള് കുറവുള്ളതാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം തേയിലേൻ്റെ ആ ഒരു ചെറിയ മട്ട് ഇതിലിങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരിച്ചെടുക്കണം. തുണി എടുക്കുകയാണെങ്കിൽ നല്ലത് കേട്ടോ. അപ്പം ഞാനിതാ ഇതേപോലെ അങ്ങ് അരിച്ച് നന്നായിട്ട് കണ്ടോ നല്ല കട്ടിയിൽ നല്ലതുപോലെ തന്നെ തിക്കായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത്ര മതി നമുക്കിതാ. ഈ ഒരു എണ്ണ പറഞ്ഞാൽ നമുക്കൊരു കുറച്ച് ദിവസം ഉപയോഗിക്കാനുണ്ട് കേട്ടോ. ഇതൊരുപാട് വാരി അങ്ങ് തേച്ച് കൊടുക്കൊന്നും വേണ്ട. എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ്, ചെറിയൊരളവിൽ നെറുകയിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ വീട്ടിൽ ചിലരുടെ വീട്ടിലൊക്കെ ഉണ്ടാവും ആവണക്കെണ്ണ.
ഇനി ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷെ ആവണക്കെണ്ണയും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ ഒരു ഇച്ചിരി ആവണക്കെണ്ണ ഇതിലേക്ക് കുറച്ചങ്ങ്, അല്ലെങ്കിൽ ഒരു 2 സ്പൂണ് ചേർത്ത് കൊടുത്താലും മതി. ഇച്ചിരി അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ ആവണക്കെണ്ണേൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിനൊരു പ്രത്യേക കട്ടിയായിരിക്കും എണ്ണയ്ക്ക്. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കുക, നമ്മുടെ സാധാ വെളിച്ചെണ്ണ പോലെയല്ല, നല്ല കട്ടിയായിരിക്കും. അപ്പോൾ കുറച്ച് ചെറിയ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കണ്ടോ, എണ്ണ നമ്മളിവിടെ നന്നായിട്ട് തന്നെ കാച്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മതി നമ്മുടെ മുടിക്ക് കേട്ടോ, നല്ല മാറ്റമായിരിക്കും. അകാലനരൊക്കെ മാറാനും നന്ന്, അതുപോലെ തന്നെ മുടിയിൽ നല്ലതുപോലെ ഈ താരൻ്റെ പ്രശ്നമൊക്കെ മാറി മുടി നല്ലതുപോലെ വളരാനൊക്കെ സഹായിക്കും കേട്ടോ. നമുക്ക് ഇതുപോലത്തെ ഒരു കുപ്പിയിലേക്ക് അങ്ങ് ഒഴിച്ച് വെച്ചാൽ മതി, നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഒത്തിരി ഇല്ല, ചെറിയൊരളവിലേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ മുടിയിൽ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, മുടിയിൽ ഇങ്ങനെ ഓവറായിട്ട് മുടി ഇങ്ങനെ കെട്ടുപിടിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് തലയൊട്ടിയിൽ മാത്രം നന്നായിട്ട് തേച്ച് മസാജ് ചെയ്യുക. പിന്നെ ഞാൻ എപ്പോഴും വീഡിയോയിലൊക്കെ പറയുന്നതാണ്, ഞാൻ ചെയ്യാറുള്ളത് നെറുകയിൽ മാത്രം ഇച്ചിരി ഇട്ടിട്ട് മുടി വാരി പിടിച്ച് കെട്ടിക്കിടക്കും കേട്ടോ. അതാ എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ മുടി വളരാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. രാവിലെ ആകുമ്പോഴേക്കും നമ്മുടെ മുടിയിൽ എല്ലാ ഭാഗത്താവും ചെയ്യും, ബെട്ടിലൊന്നും ആവില്ല, മുടിയിൽ മാത്രമേ ആവുള്ളൂ കേട്ടോ. ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.